ഇത്ര ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു പിടുത്തില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇന്നത്തോടുകൂടിയിട്ട് എൻ്റെ വീട്ടിലത്തെ എല്ലാ പണികളും തീർത്ത് ഞങ്ങൾ കുളിക്കാൻ കയറിയതാട്ടാ. കുളി കഴിഞ്ഞ് വന്നതും കാത്തുമ്പിക്ക് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത് അവളെ റെഡിയാക്കുന്നുണ്ട്. ഇനി അവളെ റെഡിയാക്കിയിട്ടാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇന്നാണെങ്കിൽ രാവിലെ തുടങ്ങിയ പണിയായിരുന്നു, തീരുമ്പോൾ നമുക്കൊരു 6 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേലും തലയെല്ലാം നന്നായി കുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് മുഖത്തിടാൻ നോക്കി അത് അപ്പം തന്നെ ഏട്ടനും വേണം. അത് ഏട്ടനൊന്നുമല്ല, കാത്തുമ്മയ്ക്ക് വേണം കേട്ടോ. പിന്നെ കാത്തുമ്മയ്ക്ക് പറ്റാത്ത ദിവസം കാത്തുമ്മയ്ക്ക് യൂസ് ചെയ്യാറില്ല, ആളെ നമ്മൾ പെറ്റിച്ചങ്ങ് മാറിക്കളയും. പിന്നെ ലിബാമെല്ലാം ഇട്ട് ഞാനൊന്ന് സെറ്റ് ആക്കിയിട്ട് അടുത്തൊരു ക്രീം കൊണ്ട് വന്നിട്ടുണ്ട്, എനിക്ക് ഇട്ടായി എന്ന് പറഞ്ഞിട്ട്. അത് എണ്ണ അയക്കാനാണെങ്കിലും ക്രീം ഇടാനാണെങ്കിലും നമ്മളൊരാൾ ചെയ്തു കൊടുക്കണം. ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് ഇഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ. ഭയങ്കര മടി അങ്ങനത്തെ കേസ് ചെയ്യാൻ. വീട്ടിലത്തെ എന്ത് പണി വേണമെങ്കിലും ചെയ്തു തരും. ഇങ്ങനത്തെ വല്ല പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഭയങ്കര മടിയാണ്. നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചിട്ട് പിണങ്ങിയിട്ട് പോകും. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർ നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തോളൂ. അതേപോലെ നമ്മൾ കാത്തുമ്മയ്ക്ക് മുടി ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളാം, മുടി നന്നായിട്ട് നീളം വെച്ചുകൊടുക്കും. ഇത് ഇനി തുമ്പെങ്കിലും വെട്ടാൻ പറ്റുകയാണാവോ. പിന്നെ നേരെ ആളിലേക്ക് വന്നിട്ട് ഈ മൺകുടത്തിൽ വെള്ളം കുടിക്കുമ്പോൾ എന്തൊരു സമാധാനം എന്നറിയും. കാരണം ഭയങ്കര തണുപ്പാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കേസ് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമുക്ക് ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാൻ മറന്നാലും കുഴപ്പമില്ലല്ലോ. അതേപോലെ തന്നെ ഇന്ന് ചേട്ടാ നൈറ്റ് ഡ്രസ്സ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാട്ടാ. ഇതിൻ്റെ ഒരു ജോഡിയും കൂടി ഉണ്ട്, ഒരു പിങ്ക് കളറും കൂടി വരുന്നുണ്ട്. ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് ഞാൻ മേടിച്ചത്. ഒരു 240 രൂപയ്ക്കാണ് മേടിച്ചത്. അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളും. ഈ രണ്ടെണ്ണം കൂടി 240 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ വീഡിയോയുടെ മേളിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ കയറി ചായക്ക് വെള്ളം വയ്ക്കുന്നുണ്ട്. ചായക്ക് വെള്ളം വയ്ക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കെട്ടിങ്ങനെ മസ്കിട്ട് നിൽക്കുന്നുണ്ട്. ഇനി രാത്രിക്ക് എന്താ കഴിക്കുക, ഉച്ചത്തെ ചോറ് ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് കാര്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചായക്ക് വെള്ളം വയ്ക്കുമ്പോൾ എനിക്ക് അടുപ്പ് കത്തിച്ചതിന് അവന് ഭയങ്കര സ്നേഹം. എനിക്ക് അവസാനമാണ് കാര്യം മനസ്സിലായത്. അതിനിപ്പോൾ ചോറ് വേണത്രേ, ചോറ് തരുമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ചോറ് തന്നോടൊന്നും കുഴപ്പമില്ല, നമ്മൾ രണ്ടാളും നല്ലോണം തടി വെച്ചിട്ടുണ്ട്, അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അച്ഛമ്മ മരിച്ചതിൻ്റെ ഒരു 10 ദിവസം അവിടെ ഇരുന്നിട്ട് ഒരു 3 കിലോ ഞാൻ കൂടിയിട്ടുണ്ട്. അതിന് എങ്ങനെ കുറയ്ക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അതിന് ഞാൻ എന്നെ ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ എന്നോട് ഒരു കാര്യം പറയുന്നുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് കാത്തുമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊട്ട കേക്ക് എടുക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക്. കാത്തുമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ നമ്മൾ വെള്ളം തിളച്ചതും ഞാൻ ചായയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യമില്ല പാൽ ചായയോട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കട്ടൻ ചായയാണ് ഏറ്റവും ഇഷ്ടം. നല്ല മധുരമുള്ള കട്ടൻ ചായയും നല്ല എരിവുള്ള ഉപ്പേരിയോ വല്ല ചിപ്സോ എല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രാവശ്യം അതൊന്നും ഇല്ല, കൊട്ട കേക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാത്തുമ്മയാണെങ്കിൽ എൻ്റെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് കൊട്ട കേക്ക് വേണ്ട. അപ്പം ഞാനിരുന്നിട്ട് കൊട്ട കേക്ക് കഴിക്കുന്നുണ്ട്. ഏട്ടപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കുണ്ടായി പരിപ്പ് ഉപ്പേരി ആട്ടോ. ഉപ്പേരി വെറുതെ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് വേറെ എല്ലാ കാര്യങ്ങൾക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉപ്പേരികളും കാര്യങ്ങളും. അതിന് ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ.